കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കർഷക ദിനാഘോഷം സംഘടിപ്പിച്ചു. ഇ.ടി. ടൈസൺ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. നമുക്ക് കർഷകർ ഈ ദിനത്തിൽ നമുക്ക് ഉണ്ടാവുന്ന ചിന്തകൾ വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ. മിക്കവാറും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത്, വ്യവസായം അതുമായി ബന്ധപ്പെട്ടതൊക്കെ നമുക്കുണ്ട്. പക്ഷേ ഭക്ഷണമാണ് ഒരു ആളുകളുടെ അടിസ്ഥാനപരമായ വിഷയങ്ങളിലൊന്നും. ആ ഭക്ഷണം എങ്ങനത്തുള്ള ഭക്ഷണമായിരിക്കണം? ഗുണമേന്മയുള്ള ഭക്ഷണമാവാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഈ സമൂഹം വർദ്ധിച്ചു വരുന്ന രോഗങ്ങളെക്കുറിച്ച്, ക്യാൻസറിനെ കുറിച്ചും മായം ചേർക്കലിനെ കുറിച്ചൊക്കെ വലിയ തോതിൽ വർത്തമാനം പറയുന്നുണ്ട്. പക്ഷെ അത് എന്തെങ്കിലും പരിഹരിക്കാൻ പറ്റുമെന്ന് നമുക്കറിയാം അല്ലെ. അപ്പുറത്ത് തമിഴ്നാട്ടിൽ ഏക്കറുകളോളം നടത്തിയിട്ട് ചില സ്ഥലങ്ങൾ അവർക്ക് വേണ്ടി മാത്രം ഭക്ഷണം അല്ലെ പച്ചക്കറിയൊക്കെ എടുക്കാൻ പറ്റുന്ന സ്ഥലമുണ്ടെന്നൊക്കെ പറയുന്നു. എനിക്ക് നേരിട്ട് അറിയുന്നതല്ല, പറഞ്ഞു കേൾക്കുന്നൊരു കാര്യമാണ്. ഒരു പ്രദേശം അങ്ങനെ ഇടുന്നതാണ്. മറ്റതൊക്കെ കേരളീയർക്കും ബാക്കിയുള്ള ആളുകൾക്കും കഴിക്കാനുള്ള ഭക്ഷണം എന്നാണ് പറയുന്നത്. അത് കീടനാശിനികളൊക്കെ അടിച്ച് നല്ല ഫിറ്റാക്കി നല്ല ഒരെണ്ണം പോലും നശിക്കാതെ തയ്യാറാക്കിയ സാധനം എടുത്താണ്. അപ്പം കണ്ടാൽ നന്നായിട്ട് തോന്നും, പക്ഷെ എന്താവും, അസുഖങ്ങൾക്ക് കാരണമാകും എന്നൊക്കെ പറയുന്നത്. പക്ഷെ അതിന് പ്രതിവിധി എന്താ? പ്രതിവിധി ഓരോരുത്തർക്കും ചെറിയ രീതിയിൽ കൃഷി ചെയ്യാതെ, വലിയ കൃഷിക്കാരൊന്നും ഉണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു. ഒരു സംസ്ഥാനത്തു നിന്ന് പോലും പച്ചക്കറി സാധനങ്ങൾ കൊണ്ടുവരുന്നതിൻ്റെ ഒരിട വരികയില്ല. അത്രത്തോളം നമ്മുടെ കൃഷിഭവൻ വളരെ നല്ല രീതിയിൽ എല്ലായിടങ്ങളിലും എത്തിപ്പെടുകയുണ്ട്. നമ്മുടെ കൃഷി ഓഫീസർമാരായ ശാന്തി കൃഷി ഓഫീസറും അതുപോലെ തന്നെ ശ്രീജിത്ത് ആയാലും അതുപോലെ തന്നെ സിറിൽ സാറായാലും ഇപ്പോൾ വന്ന നമ്മുടെ സെബീന മാഡം ആയാലും തന്നെ വളരെ നല്ല രീതിയിൽ കൃഷി ഓഫീസിലെ ഒട്ടേറെ നല്ല പ്രവർത്തനങ്ങൾ തന്നെയാണ് കാഴ്ചവെച്ച് കൊണ്ടുപോന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നമ്മുടെ ഒരു പദ്ധതിയിലും ഒരു പഞ്ചായത്തിൻ്റെ ഫണ്ട് വെച്ചുകൊണ്ട് ഒരു പ്രാവശ്യം പോലും സ്പിൽ ഓവർ ആവുകയോ അത്തരത്തിൽ ഫണ്ട് ചെലവഴിക്കാൻ സാധിക്കാതെ ഇരിക്കുകയോ ഇതുവരെയും ചെയ്തിട്ടില്ല. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി.കെ. ഗിരിജ മുഖ്യാതിഥിയായി. ജനുവരി 1 നമ്മൾ കൊല്ലവർഷമായിട്ട് ആഘോഷിക്കാറുണ്ട്. എങ്കിൽ കൂടി നമ്മുടെ വിശപ്പ് മാറ്റാൻ പാടുപെടുന്ന കർഷകരും കാർഷിക മേഖലയിലും പണിയെടുക്കുന്നവരെ ഒരു ദിനം കൂടിയാണ് ഇന്ന്. അപ്പോൾ അത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് എല്ലാ ഗ്രാമപഞ്ചായത്തിലും നമ്മുടെ ജില്ലയിൽ തുടങ്ങിയത്. ഇന്ന് ഇടവിലെങ്ങും കൈപ്പോങ്ങിൽ ഇന്നേക്ക് വെച്ച് വളരെ ഭംഗിയായിട്ട് ഞങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞു. അപ്പം എനിക്കും മാഷിനും കുറച്ചും കൂടെ സമയം ഇവിടെ ചെലവഴിക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതൊരു സന്തോഷകരമായൊരു ദിവസം കൂടിയാണ്. നമ്മൾക്കറിയാം, കേരളം പോലുള്ള കൊച്ചു സംസ്ഥാനം നമ്മുടെ ഭക്ഷ്യധാന്യങ്ങളെല്ലാം അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് പോകുന്നത്. നമ്മളെ പ്രദേശം കൂടി എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ കിഴക്ക് പുഴയും പടിഞ്ഞാറ് കടലുമാണ്. അപ്പം കൃഷിക്ക് അനുയോജ്യമായ ഒരു ഭൂപ്രദേശമല്ല നമ്മുടെ ബ്ലോക്ക് പരിധിയിലായാലും കൈപ്പോങ്കലം മണ്ഡലത്തിലായാലും. പക്ഷേ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പി.എ. ഇസഹാഖ്, പി.എ. ഷാജഹാൻ, ദേവിക ദാസൻ, കൃഷി ഓഫീസർ എം.എസ്. സബീന, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ വി.സി. വിനോദ്, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കർഷകരെ ആദരിക്കൽ, അവാർഡ് വിതരണം, വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു.
ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം നമിത പ്രമോദ്. 45 വർഷത്തെ മാനുഫാക്ചറിംഗ് ഹോൾസെയിൽ രംഗത്തെ സുവർണ പാരമ്പര്യമുള്ള രാജ് ഗോൾഡ് ഗ്രൂപ്പിന്റെ ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ ഷോറൂമിന്റെ വലിയ വിജയത്തിന് ശേഷം ഇപ്പോഴിതാ കൊടകരയിൽ ഒരുങ്ങിക്കഴിഞ്ഞു. ക്വാളിറ്റി ലൈറ്റ് വെയ്റ്റ് ഓർണമെന്റ്സിന്റെ ഒരു വമ്പൻ കളക്ഷൻ ഈ വരുന്ന ഓഗസ്റ്റ് 21-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണം നൽകുന്ന ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഉദ്ഘാടനത്തിനായി കൊടകരയിൽ ഞാനുണ്ടാവും, നിങ്ങളുണ്ടാവില്ലേ? ഓഗസ്റ്റ് 21 മുതൽ സെപ്റ്റംബർ 30 വരെ ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്ന് ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് ചെയിൻ സമ്മാനം. ഓഗസ്റ്റ് 21 മുതൽ സെപ്റ്റംബർ 30 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് മലേഷ്യൻ കപ്പിൾ ട്രിപ്പ്. ഉദ്ഘാടന ദിവസം വരുന്നവരിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് ഡയമണ്ട് റിംഗ് സമ്മാനം. അപ്പൊ എങ്ങനെയാ, അടിച്ചുപൊളിക്കല്ലേ? ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടകര, തൃപ്രയാർ.